ഹലോ അസ്സലാമലൈക്കും. ഇറ്റ്സ് മീ ഹഫ്സ. It's me, Michu. മിച്ചു കുട്ടിക്ക് നോമ്പുണ്ടാ? Yes. മാഷാല്ലാ. മിച്ചുകുട്ടി എത്ര നോമ്പെടുത്ത്? 3.5. ഗുഡ്, ഗ്രേറ്റ്. എന്നാ ഇന്നത്തെ നോമ്പ് തുറയിലേക്ക് പോയാലോ? Yes. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ സമൂസയാണ്. ബീഫിൻ്റെ സമൂസ, പിന്നെ നമ്മളെ സ്വന്തം പഴംപൊരി. അങ്ങനെ പഴംപൊരിയും ബീഫൊക്കെ ആവുന്നുണ്ട്. അതിനിടയിലാണ് കുട്ടികളെ കളി. മോൾക്ക് നോമ്പുണ്ടായിരുന്നു, അപ്പോൾ സിസ്റ്റർ മോനുമായിട്ട് കളിക്കുന്നതാണ്. മാഷാല്ലാ. പിന്നെ കല്ലുമ്മക്കായും ഉണ്ടായിരുന്നു. അങ്ങനെ കല്ലുമ്മക്കായും പഴംപൊരിയും സമൂസയും ഒക്കെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയിട്ടുണ്ട്. മാഷാല്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ ജ്യൂസ് നമ്മളിന്നും ചിക്കു ഷേക്കായിരുന്നു. പിന്നെ മോള് ചിക്കു ഷേക്ക് കുടിക്കില്ല, അതുകൊണ്ട് ഓൾക്ക് മഞ്ഞബത്തക്ക ജ്യൂസാക്കി കൊടുത്തു. നിങ്ങൾക്കുണ്ടോ ഈ സപ്പോട്ട ജ്യൂസ് കുടിച്ചതിന് ശേഷം ചുണ്ടൊരു പറ്റുന്ന പോലെയും ഗ്ലാസ്സെല്ലാം ഒരു അലമ്പാവുന്നത്? അതുകൊണ്ടാണ് ഓളത് സ്കിപ്പ് ചെയ്യുന്നത്. ഷെയ്ക്കായിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഫ്രൂട്ട്സായിട്ട് മുന്തിരിങ്ങ, ആപ്പിള്, മഞ്ഞബത്തക്ക അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ ബാങ്ക് കൊടുത്തു. അപ്പം നോമ്പ് മുറിക്കുന്നതാണ് കാണുന്നത്. മോൾ നോമ്പൊക്കെ മുറിച്ചു. പിന്നെ നമ്മൾ കടിയിലേക്ക് പോയി. കടി നമ്മൾ ഓരോരുത്തർക്കും ഓരോ പാത്രത്തിലായിട്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ടായത്. സമൂസ, കല്ലുമ്മക്കായും പഴംപൊരിയും. അങ്ങനെ കല്ലുമ്മക്കായ് ഇന്നലെയും ഉണ്ടായതുകൊണ്ട് ഇന്നെല്ലാവർക്കും ഓരോ കല്ലുമ്മക്കായ് എന്ന രൂപത്തിലെടുത്ത് വെച്ചു. അങ്ങനെ എല്ലാവർക്കും കുട്ടികൾക്ക് കളർ പാത്രത്തിലാണ്, അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് കളറിങ് പാത്രമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ പാത്രത്തിലേക്കും നമുക്ക് വേറെ തന്നെ എല്ലാ പള്ളിയിൽ നിന്നൊക്കെ നോമ്പ് തുറയിലുണ്ടാകുന്ന പോലെ ഓരോരുത്തർക്ക് ഓരോ പാത്രത്തിലാക്കി വെച്ച് അങ്ങനെ എല്ലാവരും അൽഹംദുലില്ലാ നല്ല രീതിയിൽ നോമ്പ് തുറന്നു. നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ്? എല്ലാവർക്കും കൂടെ ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെയാണോ, അല്ലെങ്കിൽ ഇതുപോലെ ഓരോരുത്തർക്ക് ഓരോ പാത്രത്തിലാക്കിയിട്ട്? ഇത് എൻ്റെ പ്ലേറ്റാണ് കാണുന്നത്. അങ്ങനെ നല്ല രീതിയിൽ നോമ്പ് തുറ കഴിഞ്ഞു. അതിനുശേഷം ബ്രേക്കിംഗ് സമയം പോലെ നമ്മൾ തറാവിക്ക് മുമ്പായിട്ട് ഇളനീർ ഷേക്ക് കുടിച്ചു. അങ്ങനെ ഇളനീർ ഷേക്ക് കുടിച്ചതിന് ശേഷമാണ് തറാവിയൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിത്തെ ഫുഡിലേക്ക് പോയി. രാത്രിത്തെ ഫുഡ് ഉണ്ടായത് നെയ്ച്ചോറും ബീഫ് കറിയും അതുപോലെ പത്തലും ബീഫ് കറിയും മിക്സാണ്. മാഷാല്ലാ, അൽഹംദുലില്ലാ, റാഹത്തായി. നോമ്പ് തുറ എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. അപ്പം അൽഹംദുലില്ലാ, റാഹത്തായി. അപ്പോൾ മിച്ചുകുട്ടിക്ക് എന്താ പറയാനുള്ളത്? എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ എന്നും സ്നേഹം പ്രതീക്ഷിച്ച് എല്ലാവരും മറക്കല്ലേ. ബൈ ബൈ. കൂടെ നിങ്ങളെ സ്നേഹം പ്രതീക്ഷിച്ച് നിങ്ങളെ കൂടെ HM Vlog. അപ്പം ബൈ ബൈ. ബൈ ബൈ.